മനസ്സിന് വലിയ വിഷമങ്ങളൊക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ പഴയ ഒരു അധ്യാപകനെ തേടിച്ചെന്നു. സ്നേഹനിധിയായൊരു മാഷാണ്. അവനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു, തലോടി, മുതുകിലിങ്ങനെ ഒഴിഞ്ഞ് അവനോട് സാരല്ലടാ എന്ന് പറഞ്ഞു. എന്നിട്ട് അവനിങ്ങനെ മെല്ലെ പറഞ്ഞു കൊടുത്തു, ജീവിതം ഇങ്ങനെയൊക്കെയാണ്. നിൻ്റെ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. നീ ഇങ്ങനെ തളർന്നു പോകരുത്. നിൻ്റെ വിഷമങ്ങൾ ഇല്ലാതാക്കാനൊന്നും എന്നെക്കൊണ്ട് കഴിയില്ല. പക്ഷേ ഞാൻ നിനക്ക് ഒരു കാര്യം കാണിച്ചു തരാം, നീ എൻ്റെ കൂടെ വാ. അങ്ങനെ കൊണ്ടുപോയത് അടുക്കളയിലേക്കായിരുന്നു. എന്നിട്ട് 3 പാത്രങ്ങളിൽ ഇങ്ങനെ വെള്ളം തിളപ്പിച്ചു. ഒരു പാത്രത്തിലിട്ടത് ക്യാരറ്റായിരുന്നു, രണ്ടാമത്തെ പാത്രത്തിൽ കോഴിമുട്ട, മൂന്നാമത്തെ പാത്രത്തിൽ കുറച്ച് കാപ്പിപ്പൊടിയാണ് ഇട്ടത്. വെള്ളം തിളച്ചു മറിഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞിട്ട് മാഷിങ്ങനെ കാണിച്ചു കൊടുത്തു. ക്യാരറ്റ് തിളച്ചു മറിഞ്ഞ വെള്ളത്തിൽ പെട്ടുപോയപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ബലമൊക്കെ ഇല്ലാതായി, വളരെ മാർദ്ദവമുള്ള ഒന്നായിട്ട് മാറി, വളരെ സോഫ്റ്റായി. കോഴിമുട്ടയാണെങ്കിലോ നേരെ തിരിച്ചുമാണ്. അതിൻ്റെ തോടിന് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിലും അതിൻ്റെ അകത്തുണ്ടായിരുന്ന ദ്രവം ഇങ്ങനെ ഉറച്ചു പോയിരിക്കുന്നു. കാപ്പിപ്പൊടിയുടെ കാര്യമാണ് വലിയ അത്ഭുതമുള്ളത്. തിളച്ചുമറിഞ്ഞ വെള്ളം ഈ കാപ്പിപ്പൊടിയെ മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വെള്ളത്തെ അങ്ങോട്ട് മാറ്റുകയാണ് കാപ്പിപ്പൊടി ചെയ്തത്. വെള്ളം സുഗന്ധമുള്ള ഒന്നായിട്ട് മാറ്റി. ഈ കാഴ്ച 3 കാണിച്ചു കൊടുത്തിട്ട് മാഷ് അവനോട് പറഞ്ഞത്, ഒരേ സാഹചര്യത്തെ എങ്ങനെയാണ് ഈ 3 വസ്തുക്കളും നേരിട്ടത് എന്ന് നീ ഒന്ന് ശരിക്കും നിരീക്ഷിച്ചു നോക്കൂ. ഇത്രയൊക്കെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലും ചെയ്യാനുള്ളത് എന്ന് മാഷ് പറഞ്ഞു കൊടുത്തു. സാഹചര്യങ്ങളെ നമുക്ക് മാറ്റാൻ കഴിയില്ല, പക്ഷേ നമ്മുടെ പ്രതികരണങ്ങളെ നമുക്ക് മാറ്റാൻ കഴിയും. യാത്ര പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ്റെ കൈ പിടിച്ചിട്ട് മാഷ് പറഞ്ഞു കൊടുത്ത ഒരു മനോഹരമായ വാക്യം ഇങ്ങനെയായിരുന്നു, എടാ, നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മളെ സഹായിക്കാനൊക്കെ ചില ആളുകൾക്ക് പറ്റും. പക്ഷേ ആരൊക്കെ എന്തൊക്കെ നമ്മളെ സഹായിച്ചാലും ആത്യന്തികമായി വിജയിക്കുന്നത്, നമ്മളെ രക്ഷിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ശക്തിയാണ്, നമ്മുടെ ആത്മബലമാണ്, ആത്മവിശ്വാസമാണ്. പരമകാരുണ്യവാനായ ദൈവം നിന്നെ എപ്പോഴും ബലപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞ് അവനെ തിരിച്ചയച്ചു. താങ്ക് യു.